ദേശീയപാത വികസനത്തിന്റെ പേരിൽ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ മണ്ണ് ഖനനം നിർത്തലാക്കണമെന്നും ഈ വിഷയത്തിൽ മന്ത്രി എം.പി. രാജേഷ് മൗനം വെടിയണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ മണ്ണെടുപ്പ് നടക്കുന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബഞ്ച് കട്ടിംഗ് നടക്കുന്നില്ല. അനുവദിച്ച പാസുകളിൽ ഇരട്ടിയോളം അധികം മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു. പഞ്ചായത്ത് റോഡിലെ 10 ടൺ ഭാരമുള്ള വാഹനങ്ങൾ പോകേണ്ട വഴിയിലൂടെ 50 ടൺ ഭാരമുള്ള വാഹനം കടന്നുപോകുന്നതിനാൽ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ തകർന്ന നിലയിലാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുവാനും ഭീഷണിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെന്നും ഇത്തരം മണ്ണെടുപ്പ് മൂലം മണ്ഡലത്തിന്റെ പല പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. പ്രത്യേകിച്ച് തൃത്താല മേഖലയിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ മണ്ണ് ഖനനം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ജിയോളജി വകുപ്പാണ് അനുമതി കൊടുക്കുന്നത്. പക്ഷേ ജിയോളജി വകുപ്പ് അനുമതി കൊടുത്താലും ആ ജിയോളജി വകുപ്പ് അനുമതി കൊടുത്താൽ ആ മാനദണ്ഡ പ്രകാരമാണോ ഈ ഖനനം നടക്കുന്നത് എന്ന് പരിശോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, അത് ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചാൽ, ആ പ്രദേശത്തുള്ള ആളുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനെതിരെ പോലീസിനെ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഇത്തരം മണ്ണ് മാഫിയകൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ബഞ്ച് കട്ടിങ് പറയുന്നുണ്ട്. പക്ഷേ ബഞ്ച് കട്ടിങ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഏതാണ്ട് 16 ടണ്ണാണ് ഇവർക്ക് അനുവദിക്കുന്ന പാസ്. പക്ഷേ 40 ടണ്ണോളം മണ്ണാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡിൽ 10 ടണ്ണിൻ്റെ മേലെ ഭാരമുള്ള വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് ബോർഡ് വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ബോർഡിൻ്റെ സമീപത്തിലൂടെയാണ് ഈ 40 ടണ്ണും 50 ടണ്ണുമായി വാഹനം ലോറികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരം നടത്തിവരുന്നുണ്ട്. 1964 കേരള ഭൂപരിഷ്കരണ നിയമം മൂലം കൈവശ ഭൂപരിധിയിൽ നിന്ന് ഇളവ് അനുവദിച്ച തോട്ടഭൂമിയാണിതെന്നും ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നും 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളും KWAയുടെ വാട്ടർ ടാങ്കും സമീപത്തുള്ളതിനാൽ വലിയ ഒരു അപകട സാധ്യത സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ എത്രയും വേഗം ക്വാറി പ്രവർത്തനങ്ങൾ നിർത്തലാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ അവിടുത്തെ UDFന്റെ പ്രതിപക്ഷ മെമ്പർമാർ സമരം ചെയ്തു, പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചപ്പോഴും ഞങ്ങൾക്ക് നേരെയും ചാലിശ്ശേരി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. അവിടെ തഹസിൽദാർ പരിശോധിച്ചു. അതിന് ശേഷം ജിയോളജി വകുപ്പ് പരിശോധിച്ചു. അത് നിയമവിരുദ്ധമാണ് അവിടെ ഈ പ്രവൃത്തി നടന്നിട്ടുള്ളത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം നൽകിയതിന് ശേഷം അവിടുത്തെ മന്ത്രി, ആ മണ്ഡലത്തിൽ ഒരു മന്ത്രിയുണ്ട്, ആ മണ്ഡലത്തിൽ മന്ത്രിയുടെ മൗന സമ്മതത്തോടു കൂടെയാണ് ഈ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പത്രക്കാർക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. റിപ്പോർട്ട് കൊടുക്കുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തി നടന്നതുകൊണ്ട് നിർത്തിവെക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു എന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. മന്ത്രി അവിടെയും കൂടെ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം. മാത്രമല്ല, ചാത്തന്നൂര് ഒരു ക്വാറി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ മാസങ്ങളായിട്ട് സമരത്തിലാണ്. ഈ മന്ത്രി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ആ മന്ത്രിയാണ് ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പത്രക്കാർക്ക് റിപ്പോർട്ട് കൊടുത്തത്. പല പ്രാവശ്യം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും തൃത്താല മണ്ഡലത്തിലെ MLA കൂടിയായ മന്ത്രി എം.പി. രാജേഷ് ഈ അനാസ്ഥയ്ക്കെതിരെ മൗനം വെടിയണം എന്നും യൂത്ത് ലീഗ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ, തൃത്താല നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ TP, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗം UT താഹിർ എന്നിവർ പങ്കെടുത്തു.